പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 119 അധ്യായം 122 വാക്യം. അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. പ്രിയ മക്കളെ, നമ്മളുടെ ഓരോ നന്മയ്ക്കും, നമ്മുടെ ആരോഗ്യത്തിന്, ബലത്തിന്, നമുക്ക് ആയുസ് തന്നതിന് എല്ലാത്തിനും ഉത്തരവാദി നമ്മുടെ കർത്താവ് മാത്രമാ. ഹല്ലേലൂയ. നമുക്കൊരു പുകഴ്ചയും പറയുവാനില്ല, നമുക്കൊന്നും നമ്മുടേതാണെന്ന് പറയുവാനില്ല. പ്രിയ മക്കളെ, പലരും പറയുമല്ലോ, ഹല്ലേലൂയ, എൻ്റെ ശക്തി കൊണ്ടാ, എൻ്റെ കഴിവ് കൊണ്ടാ ഇതെല്ലാം നേടിയതെന്ന്. പക്ഷേ പ്രിയ മക്കളെ, കർത്താവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ നമുക്കിതൊന്നും അനുഭവിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. അപ്പനിൽ നമ്മൾ ആശ്രയം വെച്ചിരിക്കണം. ഹല്ലേലൂയ. കർത്താപ്പച്ചന് നമ്മെ ഉയർത്തുവാനും താഴ്ത്തുവാനും ഒരു നിമിഷം മതി. ഹല്ലേലൂയ. നമ്മുടെ എല്ലാത്തിനും ഉത്തരവാദി നമ്മുടെ കർത്താവ് മാത്രമാണ്. കർത്താവിന് നാം മുൻസ്ഥാനം കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണെന്ന് നമ്മൾ എപ്പോഴും ഹല്ലേലൂയ മനസ്സിലാക്കി വേണം നാം മുന്നോട്ട് പോകാൻ. ഹല്ലേലൂയ. സകലത്തിമീതെ പ്രവർത്തിക്കുന്ന അപ്പൻ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായ കർത്താവാണ് നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ. സർവത്തിനും ഉത്തരവാദിത്വമുള്ളതും നമ്മുടെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം നമ്മള് 7-ാം അധ്യായത്തിൽ ഒരു നൈനിലെ വിധവയെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവളുടെ ഏകയായ മകനാണ് മരിച്ചുപോയത്. പല ഹല്ലേലൂയ ആൾക്കാരും വന്നു, കരഞ്ഞു, അവളെയൊക്കെ ആശ്വസിപ്പിച്ചു, എല്ലാം ചെയ്തു. അവരെല്ലാം പോകുകയാ. ഹല്ലേലൂയ. പക്ഷേ യേശുവപ്പൻ നോക്കൂ, അവളുടെ ഹല്ലേലൂയ മകനെ മഞ്ചത്തിൽ കൊണ്ടുപോകുമ്പോൾ അപ്പൻ ഹല്ലേലൂയ ആ പുരുഷാരത്തിന്റെ നടുവിലേക്ക് അപ്പൻ കാണുകയാ. ഇതെന്താണ്? ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മുടെ അടുക്കളയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വത്തോടെ നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അനേക പുരുഷാരത്തിന്റെ കൂടെയാണ് ഹല്ലേലൂയ ഇവൾ കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നത്. പക്ഷേ കരയേണ്ടെന്ന് ഉത്തരവാദിത്വത്തോടെ ഹല്ലേലൂയ പറയുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്തിനാണ് നീ കരയുന്നത്? ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കരയേണ്ട ആവശ്യമില്ല. നമ്മൾ ഹല്ലേലൂയ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. യേശുവപ്പൻ നമുക്ക് ഉത്തരവാദിയായി നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരും. സകലത്തിമീതെ പ്രവർത്തിക്കുന്ന അപ്പൻ അത്ഭുതങ്ങൾ ചെയ്തു തരും. ഹല്ലേലൂയ. 7-ന്റെ ഹല്ലേലൂയ 11 മുതലുള്ള വാക്യത്തിൽ നമുക്ക് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അമ്മയ്ക്ക് ഏകജാതനായ മകൻ ഹല്ലേലൂയ, അവളോ വിധവയായിരുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആ മഞ്ചത്തിന്റെ അടുത്തേക്ക് കർത്താപ്പച്ചൻ കടന്നു വന്നു. അപ്പച്ചന് മനസ്സലിഞ്ഞു. അവളോട് പറയുക, കരയണ്ട. ഹല്ലേലൂയ. ഒരുവൻ പറഞ്ഞാൽ മതി കരയണ്ടാന്ന്. നമ്മുടെ കർത്താപ്പച്ചൻ പറഞ്ഞാൽ മതി കരയണ്ടാന്ന്. അവിടെ അനേക ജീവിതങ്ങൾ കടന്നു വന്നു. എല്ലാവരും കരയണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വാസം കൊടുത്തുവെങ്കിലും നോക്കൂ, ഇവിടെ ഹല്ലേലൂയ അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. നോക്കൂ, അവളോട് കരയണ്ടെന്ന് പറഞ്ഞിട്ട് തൊട്ടത് മഞ്ചത്തെയാ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ബാലിക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. ഉത്തരവാദിത്വത്തോടെ പറയുവാൻ ഒരുവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പ്രിയതേ മക്കളെ, നമ്മൾക്കുടെ വിഷയത്തിന് മറുപടിയാ. നമ്മെ സഹായിക്കുവാൻ, ഹല്ലേലൂയ, നമ്മോട് കൂടെ നിൽക്കുവാൻ അനേക ജീവിതങ്ങൾ കടന്നു വരും. പക്ഷെ അവരെല്ലാം ഇട്ടിട്ട് പോകും. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ഇട്ടിട്ട് പോകുന്ന അപ്പനല്ല, നമ്മുടെ കരച്ചിൽ മാറ്റി തരുന്ന അപ്പൻ. ഹല്ലേലൂയ. താഴോട്ടുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ബാലിക്കാര എഴുന്നേൽക്കൂ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, സർവജ്ഞാനിയായ അപ്പച്ചൻ, സർവവ്യാപിയായ, സർവശക്തനായ അപ്പൻ തൻ്റെ വാക്കുകൊണ്ട് ഹല്ലേലൂയ ഞാൻ നിന്നോട് പറയുന്നു, ഹല്ലേലൂയ, നീ എഴുന്നേൽക്ക്. ഹല്ലേലൂയ. എന്നിട്ട് നോക്കൂ, മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. നോക്കൂ, ഉത്തരവാദിത്വത്തോടെ ഒരുവൻ ഒരു കാര്യം
കാര്യം ചെയ്യുവാനുണ്ടെങ്കിൽ പ്രിയ മക്കളെ, മരിച്ച അവസ്ഥ, ഹല്ലേലൂയ ഹല്ലേലൂയ, അതിന്മേൽ മറുപടിയാ പ്രിയ മക്കളെ. ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ, നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരത്തോടെ ഇരിക്കുന്നോ, ദൈവസന്നിധി നിങ്ങൾ വിശ്വാസത്തോടെ അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലേ. അപ്പൻ നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങളുടെ രോഗാവസ്ഥയാണോ, സാമ്പത്തികമായ വിഷയമാണോ, കുടുംബജീവിതത്തിലെ വിഷയമാണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, ഏതായാലും ഹല്ലേലൂയ, ഉത്തരവാദിത്വമുള്ള ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അപ്പന്റെ സന്നിധിയിൽ ആ വിഷയം വെക്ക്. ഹല്ലേലൂയ. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിഷയത്തിന്റെ മറുപടി നമ്മുടെ കയ്യിൽ അപ്പൻ തരും. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളൊന്ന് അനുഭവിക്കേ. അപ്പന്റെ പാദപീഠത്തിൽ നിങ്ങളൊന്ന് ഇരിക്കുക. ഹല്ലേലൂയ. ദൈവനാമം മഹത്വമായി തീരുവാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മളിലൂടെ അനേകർ യേശുവിനെ അറിയുവാനിടയാകട്ടെ. നമ്മളിലൂടെ അനേകർ കർത്താവിനെ മനസ്സിലാക്കട്ടെ. ജീവനുള്ള ദൈവം ആരെന്നറിയട്ടെ. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളുടെ അപ്പൻ നമ്മുടെ ഓരോ വിഷയങ്ങൾക്ക് മറുപടി തരുമ്പോൾ നമ്മൾ അടങ്ങിയിരിക്കുവാനല്ല, ജീവനുള്ള ദൈവത്തെ നമ്മൾ ഉയർത്തുന്നവരായി തീരണം. എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, എൻ്റെ വിഷയത്തിന് എനിക്ക് മറുപടി തന്നു എന്ന് ഹല്ലേലൂയ ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്കും പറയുവാൻ ഇടയാകണം. എൻ്റെ കർത്താവാണ് എനിക്ക് സൗഖ്യവും വിടുതലും എൻ്റെ വിഷയത്തിന് മറുപടിയായി തീർന്നേന്ന്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും അതിൻ്റെ ഉത്തരവാദി നമ്മുടെ കർത്താവ് മാത്രമാണ്. മനുഷ്യരോട് പറയുവാനല്ല പ്രിയ മക്കളെ, യേശുവിലുള്ള ഹല്ലേലൂയ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏത് വിഷയമാണെങ്കിലും മറുപടി ഉണ്ട്. ഹല്ലേലൂയ. നോക്കുന്ന മരിച്ച അവസ്ഥയെ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ സഹോദരി വിചാരിച്ചു, ഇനി എനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാ, ഞാൻ എങ്ങനെ ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞായിരിക്കും അവൾ പോയത്. ഹല്ലേലൂയ. യേശുപ്പൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ കരച്ചിലൊക്കെ മാറി സന്തോഷമാക്കും. ഹല്ലേലൂയ. ദിവസങ്ങൾ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. നമ്മുടെ വിഷയങ്ങൾ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും ഹല്ലേലൂയ അപ്പന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കുവാൻ ഇടയാകണമേ. അപ്പനുമായിട്ടുള്ള ആ ബന്ധം ഹല്ലേലൂയ കൂടുതലായിട്ട് അടുത്തു വരുവാൻ ഇടയാകണം. കർത്താവേ, അവിടുന്ന് എല്ലാം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ആരെയും കൈവിടാത്ത അപ്പൻ, ഹല്ലേലൂയ, ചേർത്ത് പിടിക്കുന്ന അപ്പനാണ്. ഹല്ലേലൂയ. ഓരോ മക്കൾക്കും കർത്താവേ അത്ഭുത മറുപടി കൊടുക്കണം. അപ്പന്റെ സാക്ഷികളായി തീരുവാൻ ഓരോരുത്തരെ സഹായിക്കണമേ. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.